ഇപ്പോൾ ശരണ്യയുടെ വീട്ടിൽ നിന്ന് അനീഷ് ദേവസ്യ കൂടി ചേരുകയാണ്. അനീഷ്, ആ വീട്ടുകാർ കാത്തിരുന്നത് പോലെ തന്നെ കേരളം മുഴുവനും ശരണ്യയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് വളരെയധികം സുരക്ഷിതയായി ചിരിച്ച മുഖത്തോടുകൂടി ശരണ്യ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താണ് വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ? കുടുംബം എന്നാണ് പറയുന്നത്? രസ്ന, 4 ദിവസത്തെ ആശങ്കകൾക്ക് ഒടുവിൽ ഇപ്പോൾ ഒരു ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ്. ഒടുവിൽ ട്രക്കിങ്ങിനിടെ കാണാതായ നാദാപുരം സ്വദേശിനിയായ ശരണ്യയെ സുരക്ഷിതമായി കണ്ടെത്തിയിരിക്കുകയാണ്. വനമേഖലയിൽ നിന്നാണ് തെരച്ചിൽ സംഘം ശരണ്യയെ സുരക്ഷിതമായി കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നാദാപുരത്തെ ശരണ്യയുടെ വീട്ടിലാണ്. കുടുംബത്തിനോടൊപ്പം ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ നിരവധി ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ഒരുപാട് നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്ന ശരണ്യയുടെ അച്ഛൻ ഗോപിയാണ്. ചേട്ടാ, സുരക്ഷിതമായി ശരണ്യയെ കണ്ടെത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം, വേറെ ഒന്നും തോന്നുന്നില്ല. ഇത് വലിയ ടെൻഷനായിരുന്നു, ഇപ്പം ഭയങ്കര സന്തോഷം, സമാധാനം. ശരണ്യ ഫോണിൽ വിളിച്ചിരുന്നോ? സംസാരിക്കാൻ പറ്റിയിരുന്നോ? പറ്റി, പ്രശ്നമൊന്നുമില്ല, വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് വീട്ടിലെത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു 12 മണി 1 മണിയാവുമെന്നാണ് പറഞ്ഞത്. ഒരു ഹോസ്പിറ്റലിൽ എന്തോ ചെക്കപ്പ് എടുത്തിട്ടുണ്ട്, മെഡിക്കൽ ചെക്കപ്പ്, അതെല്ലാം കഴിച്ച് വരും. ഇപ്പോൾ ശരണ്യയുടെ കൂടെ ഉള്ളത് ആരൊക്കെയാണ് ഉള്ളത്? ശരണ്യയുടെ അമ്മാവന്മാർ 2 പേരുണ്ട്, പിന്നെ ജ്യേഷ്ഠനുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഒരു സഹകരണമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യം മുതലേ ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചോ? സഹകരണം ഉണ്ടായിരുന്നു, ഇതുവരെ ചാനലേറി അങ്ങനെയായിട്ട് സഹകരണം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാണോ? നെയ്ബേഴ്സാണ്. 4 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു? ഇടയ്ക്ക് വന്ന് നോക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, വിവരങ്ങൾ അന്വേഷിച്ച് പോക്കുണ്ട്. അപ്പം കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട്. നല്ല ഒരു എല്ലാവരും നാട്ടുകാർക്ക് ആകെ വേവലാതിയായിരുന്നു, അതൊക്കെ മാറി വളരെ പ്രസൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിലാണ്. ഫോൺ ചെയ്തു, അമ്മ സംസാരിച്ചു, അപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി പറഞ്ഞ തന്നെ സെറ്റാണെന്ന്, കുഴപ്പമില്ല. അതുപോലെ പാറപ്പുറത്ത് കയറിയിരുന്നു, സേഫാണ്, സന്തോഷത്തോടു കൂടിയാണ് ഉള്ളത്. ഓക്കെ. ശരണ്യയുടെ അമ്മ നമ്മളോടിപ്പം ചേരുകയാണ്. അമ്മ, സന്തോഷമായോ? സന്തോഷം. നന്ദി പറയുന്നത്? ദൈവത്തിന് നന്ദി. ദൈവത്തിന് നന്ദി. എല്ലാ ചാനലുകാരെയും സഹകരിച്ച എല്ലാവരോടും, എല്ലാ ആൾക്കാരോടും നന്ദി, പ്രത്യേകം നന്ദി, സന്തോഷം അറിയിക്കുന്നു. എല്ലാ ചാനലും ഫോണിൽ വിളിച്ചിരുന്നോ? സംസാരിച്ചിരുന്നോ? സംസാരിച്ചു. നമ്മളൊക്കെയാണ്, സേഫാണ്, പിന്നെ ഞാൻ സെറ്റാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അരുവിയും പാറപ്പുറത്തൊക്കെ ഇരുന്നിട്ട് വെള്ളം കുടിച്ച് വിശ്രമിച്ചു, അതൊക്കെ പറഞ്ഞു. എല്ലാവരോടും എല്ലാ ചാനലും സഹായിച്ച് വളരെ നല്ല സഹകരണമാണ് ചാനലുകാരോട്. അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് സാധിച്ച് എൻ്റെ മോളെ കണ്ടെത്താൻ സാധിച്ച് എല്ലാവരെയും സഹകരണം കൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി, സന്തോഷവും നന്ദി അറിയിക്കുന്നു. രസ്ന, അതുപോലെ തന്നെയാണ് 4 ദിവസത്തെ ആശങ്കകൾക്കും നാട്ടുകാരുടെ ഒരു പ്രാർത്ഥനകൾക്കും ഒടുവിൽ ശരണ്യ ഇന്ന് എത്തുമ്പോൾ ശരണ്യെ സ്വീകരിക്കാനാണ് എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും കൂട്ടമായ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ശരണ്യനെ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും കുടുംബം നമുക്ക് നൽകുന്ന ഒരു വിവരം അനുസരിച്ച് രാത്രി 1 മണി 2 മണിയോട് കൂടി ശരണ്യ വീട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.